കേണൽ ഡിന്നി നേരത്തെ പഹൽഗാം വിഷയം അവതരിപ്പിച്ചല്ലോ. ഷഹബാസ് ഷെരീഫിനെ ഇരുത്തിക്കൊണ്ട് തന്നെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശം. പക്ഷേ അപ്പോഴും പാകിസ്ഥാനോട് മൃദു സമീപനം സ്വീകരിക്കുന്ന ചൈന ആ വിഷയത്തിൽ പാകിസ്ഥാനെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്ന, പാകിസ്ഥാൻ ഭീകരവാദം അവസാനിപ്പിക്കണമെന്ന രീതിയിൽ ശക്തമായി ഇടപെട്ടുകൊണ്ട് ഒരു നിലപാട് സ്വീകരിക്കും എന്ന് കരുതുന്നുണ്ടോ ഇനി വരും ദിവസങ്ങളിൽ? ഇപ്പോൾ പ്രമേയമൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്, പക്ഷേ എങ്കിലും തുടർന്നുള്ള സമീപനം എന്തായിരിക്കും ഈ വിഷയത്തിൽ? ആഗോള ഭീകരവാദത്തെ ശക്തമായി എതിർക്കും എന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് ആ പറച്ചിലിൽ? ശ്രീ അനിൽ, അത് വളരെ ഒരു പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതിനു മുമ്പ് ഒരു ഇഷ്യൂ ഒന്ന് ഞാൻ ശ്രീ നമ്മുടെ ശ്രീ നിർമ്മൽ പറഞ്ഞതിന് ഒരു ആഡ് ഓൺ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അതായത് അദ്ദേഹം നമ്മുടെ മാർക്കറ്റ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് അമേരിക്കൻ മാർക്കറ്റ്സിൽ ഏകദേശം 340 മില്യൺ മിഡിൽ ക്ലാസ് ഉണ്ട്, അവർക്ക് സ്പെൻഡ് ചെയ്യാനുള്ള വലിയൊരു മാർക്കറ്റാണ്. അപ്പൊ അവിടെ തന്നെ നമ്മുടെ ഇപ്പൊ ഈ ക്രൈസിസ് വന്ന സമയത്ത് ധാരാളം ആളുകൾ ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നത്. അതിനകത്താണ് ഈ കീടെക്സിന്റെ സാബു ജേക്കബ് പോലുള്ള ആളുകൾ പുറത്തു വന്നിട്ട്, അതായത് അവർക്ക് മനസ്സിലാക്കിയത് ഈ പുറം രാജ്യങ്ങളിലേക്കായിട്ട് കൂടുതൽ ഇന്ത്യയുടെ തന്നെ വലിയൊരു മാർക്കറ്റ് ഉണ്ട് എന്നുള്ള രീതിയിലാണ്. അതായത് 2020-21 കണക്ക് ഏകദേശം 432 മില്യൺ ഇന്ത്യയിൽ തന്നെ മിഡിൽ ക്ലാസ് ഉണ്ട്. അത് ഇനി വരും ദിവസങ്ങളിൽ അതിന്റെ ഏകദേശം ഇപ്പൊ 30%. അപ്പോൾ 60% ആക്കി കഴിഞ്ഞാൽ അമേരിക്കയിലൊക്കെ ഉള്ളതിനെക്കാട്ടി വലിയൊരു കൂടുതൽ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ കഴിവുള്ള ആളുകൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് കീടെക്സിന്റെ എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ അടുത്ത 6 മാസത്തിനുള്ളിൽ അവർ 1000 സ്റ്റോർസ് ഇന്ത്യയിൽ തുടങ്ങാൻ പോവുകയാണ്. പിന്നീട് 6 മാസം കഴിയുമ്പോൾ വീണ്ടും ഒരു 1000 സ്റ്റോർ. അദ്ദേഹത്തിന്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു സ്റ്റോറിൽ നിന്ന് ഒരു വർഷം 30 കോടി രൂപ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ നമ്മളെ ഇന്ത്യയിൽ വലിയൊരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിനെയും കൂടെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള രീതിയിലേക്ക് ഈ ഒരു ക്രൈസിസ് ഇവിടുത്തെ ഇൻഡസ്ട്രീസിനെയൊക്കെ ചിന്തിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വലിയൊരു സാധ്യത കൂടി ഉണ്ട് എന്നും ഒരു ആഡ് ഓൺ മാത്രമാണ് ഞാൻ ചെയ്തത്. ഇനി അദ്ദേഹത്തിന്റെ അങ്ങയുടെ ചോദ്യത്തിന്, അതായത് പെഹൽഗാം വിഷയത്തിൽ അത് ശ്രീ സേനാപതി വേണു ആ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് പാകിസ്ഥാൻ എന്തുകൊണ്ട് പേരെടുത്ത് പറഞ്ഞില്ല എന്ന്. നോക്കൂ, ഒരു ഇന്റർനാഷണൽ ഒരു ഇങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു ഫോറത്തിൽ ഒരു രാജ്യത്തിന്റെയും പ്രത്യേകിച്ച് അങ്ങനെ ഒരു പേരെടുത്ത് അങ്ങനെ ഒരു പരാമർശം നടത്താറില്ല. അതാണ് വാസ്തവം. ഇപ്പം അങ്ങനെ അല്ലെങ്കിൽ പിന്നെ യുണൈറ്റഡ് നേഷൻസിലൊക്കെ പോകുമ്പോൾ ഇപ്പൊ ഇസ്രയേലിന്റെ അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ വരെയാണ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യം മാത്രം. ഇത് അങ്ങനെയുള്ള ഒരു യുണൈറ്റഡ് നേഷൻസ് പോലുള്ള ഒരു ഫോറം അല്ല, ഇതൊരു എക്കണോമിക് ഫോറമാണ്. ആ എക്കണോമിക് ഫോറമിൽ പല പൊളിറ്റിക്കൽ ഇഷ്യൂസും ഡിസ്കസ് ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു റെസൊല്യൂഷൻ ആണ് ഈ ഭീകര. അതും ഇന്ത്യയുടെ നിർബന്ധം പ്രകാരമാണ് ഈ പെഹൽഗാമിന്റെ കാര്യം ഉൾപ്പെടുത്തുകയും ആ പെഹൽഗാമിന്റെ അകത്ത് ശക്തമായിട്ടുള്ള ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും അതെല്ലാവരും സൈൻ ചെയ്യുകയും ഇന്റർനാഷണൽ രാജ്യങ്ങള് മറ്റു രാജ്യങ്ങളുടെ പുറത്ത് ഇങ്ങനത്തെ ഭീകരവാദം ചെയ്യരുത് എന്നുള്ള അത് കൃത്യമായിട്ടുള്ള മെസ്സേജ് ആണ്. പക്ഷെ പാകിസ്ഥാന്റെ പേരെടുത്ത് പറയുക, അതെനിക്ക് തോന്നുന്നു ഡിപ്ലോമസിയിൽ അത് നടക്കാത്ത ഒരു കാര്യമാണ്. അങ്ങനെ സാധാരണ ചെയ്യാറില്ല. ഒരു കീഴ്വഴക്കം ഇല്ല. ഇനി ചൈനയെ സംബന്ധിച്ചോളം പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. പല യുണൈറ്റഡ് നേഷൻസിന് റെസൊല്യൂഷൻസ് ഭീകരവാദത്തിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് അവരുടെ വീറ്റോ പവർ ഉപയോഗിച്ച് അവരത് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. ഇൻക്ലൂഡിങ് ഏതെങ്കിലും ഒരു ഭീകരവാദിയെ ഗ്ലോബൽ ടെററിസ്റ്റ് നമ്മൾ നോമിനേറ്റ് ചെയ്യണമെന്ന് പോലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് ചൈന ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് ചൈന ചെയ്യുന്നത്? കാരണം പാകിസ്ഥാൻ പോലുള്ള ഒരു രാജ്യം അവരുടെ എല്ലാ കാര്യം എന്ത് ചെയ്താലും അവർ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പൊ ആ പാകിസ്ഥാൻ രാജ്യത്തിന് ചൈനയുടെ താല്പര്യത്തിന് വേണ്ടി പാകിസ്ഥാൻ 1-2 കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അവരെ കൂട്ടുപിടിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അത് ഒറ്റ ദിവസം കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. കാരണം പാകിസ്ഥാനെ അവർ പെട്ടെന്നൊന്നും കൈയൊഴിയാൻ പോകുന്നില്ല. പക്ഷെ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ഇഷ്യൂസ് ധാരാളം ഉണ്ട്. ഇപ്പൊ നേരത്തെ ശ്രീ വേണു പറഞ്ഞ പോലെ ഇപ്പൊ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്, അതിന്റെ തന്നെ വലിയൊരു ഭാഗമാണ് സിപെക്, ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ. $63 ബില്യൺ ആണ് ഷീ ജിൻപിങ് 2013 വന്നപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തത്. ഇപ്പൊ 10 വർഷം കഴിഞ്ഞ് 12 വർഷം കഴിയുമ്പോൾ അതിൽ നിന്ന് എന്ത് അവർക്ക് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നും പാകിസ്ഥാനും പറയാനില്ല, ചൈനയ്ക്കും പറയാനില്ല. കാരണം അത് ഫിനാൻഷ്യലി വയബിൾ അല്ല എന്നുള്ളൊരു തോന്നൽ പാകിസ്ഥാന്റെ ഉള്ളിൽ ആളുകൾ വരുന്നുണ്ട്. അതിന് ധാരാളം പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട് ബലൂചിസ്ഥാനിൽ. കേണൽ ഡിനി, ഈ ബോർഡറിൽ ചൈനയുടെ ആക്രമണം, അതിന് പ്രതിരോധം തീർക്കുന്നതിനാണോ കൂടുതൽ തുക ചെലവഴിക്കുന്നത് പാകിസ്ഥാനെ അപേക്ഷിച്ച് ഭാരതം? നോക്കൂ, നമ്മള്
ചെലവ് എന്ന് പറയുമ്പോൾ ഒരു കൺട്രി സ്പെസിഫിക് അല്ല ശ്രീ അനിൽ. ഓക്കെ. അതായത് ഇപ്പം അതായത് ഒരു രാജ്യത്തിന്റെ അഗേൻസ്റ്റ് ആയിട്ടല്ല നമ്മൾ ചെലവഴിക്കുന്നത്. നമ്മളെ ഒരു സൈന്യത്തിന്റെ മൊത്തത്തിലുള്ള കാപ്പബിലിറ്റി അനുസരിച്ചാണ് നമ്മൾ ചെലവഴിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇന്നിപ്പോ ഒരു ഫോഴ്സ് പാകിസ്ഥാന്റെ അഗേൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ അതേ ഫോഴ്സ് നാളെ വേണമെങ്കിൽ ചൈനയുടെ അഗേൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതാണ് മനസ്സിലായി. ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ എയർഫോഴ്സ് ഉപയോഗിച്ചു. ആ എയർഫോഴ്സ് ഇന്ത്യയുടെ പല ബേസിൽ നിന്നാണ് വന്നത്. അവരവരെ ഓപ്പറേഷൻ ചെയ്ത് തിരിച്ച് അതേ രീതിയിലേക്ക് പോയി. അപ്പം ഇന്ത്യയുടെ ഇന്നത്തെ ഫോക്കസ് ചൈന തന്നെയാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. കാരണം പാകിസ്ഥാൻ നമ്മളൊരു ശല്യമാണ്. അത് നമ്മളൊക്കെ ഒരു ശത്രുവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ എപ്പോഴും നിരന്തരമായിട്ട് ഈ ഭീകരവാദത്തും മറ്റു കാര്യത്തിലൊക്കെ നിരന്തരമായി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ അസീം മുനീറിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു മെർസഡീസ് ബെൻസ് പോകുന്നു, അവര് എന്താ പറയുക മണ്ണ് നിറഞ്ഞ ഒരു ട്രക്കാണ്. അപ്പൊ ഈ ബെൻസ് വന്ന് അല്ലെങ്കിൽ മെർസഡീസ് ബെൻസ് വന്ന് ട്രക്കിൽ ഇടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കായിരിക്കും ദോഷം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം പുരോഗതിയും ഡെവലപ്മെന്റും ആണ് നമ്മളെ ലക്ഷ്യം. പാകിസ്ഥാനെ സംബന്ധിച്ചോളം അവരുടേതായിട്ടുള്ള അജണ്ടയുണ്ട്, അതിനകത്ത് നമ്മൾ വീഴാൻ താല്പര്യമില്ല. ചൈനയെ സംബന്ധിച്ചോളം അവരുടെ വളർച്ച, അവരുടെ പുരോഗതി, അവർക്ക് സൂപ്പർ പവർ ആവാനുള്ള ഒരു രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ധാരാളം സാധ്യതകളുണ്ട്. അത് വ്യാപാരത്തിലുണ്ട്. ഓൾദോ $100 ബില്യൺ ട്രേഡ് ഡെഫിസിറ്റ് ഇന്ത്യയും ചൈന തമ്മിൽ ഉണ്ടെങ്കിലും നമ്മുടെ ധാരാളം വ്യാപാര സാധ്യതകൾ ഉള്ള ഒരു രാജ്യമാണ് ചൈനയും. അതുകൊണ്ടാണ് നമ്മളിപ്പോ അവരുമായിട്ടുള്ള മറ്റ് ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ, ഇപ്പൊ ഭീകരവാദത്തിന്റെ പ്രശ്നമാണ്, കംപ്ലീറ്റ് ആയിട്ട് പാകിസ്ഥാന് ഈ വെപ്പൺ കൊടുക്കുന്നത് ചൈനയാണ്. മറ്റ് പല രാജ്യങ്ങളിലും ചൈന ബേസ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പം നമ്മളെ താല്പര്യം ചൈനയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നാളെ ഞാൻ പറഞ്ഞ പോലെ വേറൊരു വിഷയം വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനകത്ത് നിലപാടെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം തകർന്നിട്ടില്ല എന്ന് ഞാൻ ഓരോ ചർച്ചയിലും എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയും US തമ്മിലുള്ള ഒരു പ്രശ്നമല്ല, ഇത് ഡൊണാൾഡ് ട്രംപ് എന്നുള്ള ഒരു വ്യക്തിയുടെ പ്രശ്നമാണ്. ഇന്ത്യയും US ഏറ്റവും ശക്തമായിട്ടുള്ള രണ്ട് രാജ്യങ്ങളാണ്, സ്ട്രാറ്റജിക് ആയിട്ട് പാർട്ട്നേഴ്സ് ആണ്. ഭാരതത്തിന്റെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണർ അമേരിക്കയാണ്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അതിനകത്ത് മാറ്റമില്ല. ഈ ഭാരതത്തിന് ഏറ്റവും കൂടുതൽ സ്ട്രാറ്റജിക് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം അമേരിക്ക തന്നെയാണ്. അതിനകത്ത് യാതൊരു മാറ്റമില്ല. ഭാരതവും അമേരിക്കയും ജനാധിപത്യ രാജ്യങ്ങളാണ്, സെക്യുലർ രാജ്യങ്ങളാണ്. ആ രീതിയിലേക്കുള്ള ധാരാളം കോമണാലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഡൊണാൾഡ് ട്രംപ് എന്നുള്ള ഒരു വ്യക്തിയുടെ ഈഗോ ഹേർട്ട് ആയതിന്റെ ഉള്ള പ്രശ്നങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ചിലപ്പം നാളെ മാറാം, അത് ചിലപ്പം മാറാതിരിക്കാം. അത് നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ എങ്ങനെ മുന്നോട്ട് പോകുന്നു നമുക്ക് പറയാൻ പറ്റൂ. പക്ഷെ ഭാരതത്തെ സംബന്ധിച്ചോളം ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ രാഷ്ട്ര താല്പര്യം ഈ അതിർത്തി പ്രശ്നങ്ങൾ ഇല്ലാതാക്കുക. നേരത്തെ ശ്രീ വേണു പറഞ്ഞ പോലെ അതിർത്തി പ്രശ്നം ഇല്ലെങ്കിൽ അത്രയും നമുക്ക് ടെൻഷൻ കുറയും. നാച്ചുറലി നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാം. ഇപ്പം ഫോക്കസ് ചെയ്യാന്നതിന്റെ അർത്ഥം നമ്മളെ സൈന്യത്തിന്റെ കാപ്പബിലിറ്റി കുറച്ചുകൊണ്ടുവരുന്ന അല്ലെങ്കിൽ നമുക്ക് ചെലവ് കുറച്ചുകൊണ്ടുവരുന്നതല്ല. നമ്മൾ ശക്തിശാലി ആയേ തീരുവാൻ ശ്രീ അനിൽ, അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം നമ്മൾ ഒരു രാജ്യം ചുറ്റും പല രാജ്യങ്ങളും ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ എപ്പോ വേണമെങ്കിലും കളർ മാറും, എപ്പോ വേണമെങ്കിലും രീതി മാറാനുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ട് നമ്മളെ സൈനിക ശക്തിയും കൂട്ടിക്കൊണ്ടുവരിക, അതുപോലെ തന്നെ നമ്മളെ സാമ്പത്തികമായിട്ട് കൂട്ടുക. ഇത് രണ്ടും ഒരുമിച്ച് പോകണം, ഒന്നിനെ മാറ്റി നിർത്തിക്കൊണ്ട് പറ്റത്തില്ല. ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഇന്ത്യ ചൈനയുമായിട്ടും ഇന്ത്യ റഷ്യയുമായിട്ടും ഇന്ത്യ US ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പൊ പണ്ട് പറയുന്നത് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ആണെങ്കിൽ ഇപ്പൊ ഞാൻ അതിനെ വിളിക്കുന്ന ഓൾ അലൈൻമെന്റ് മൂവ്മെന്റ് ആണ്. നമ്മൾ എല്ലാവരുടെ ചേരും, അങ്ങനത്തെ യാതൊരു രീതിയില്ല. നമുക്ക് ഇറാനും നമ്മളെ ഒരു പക്ഷമാണ്, ഇസ്രായേലും നമ്മളെ പക്ഷമാണ്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചോളം നമുക്ക് അങ്ങനെ ആരെയും എക്കാലത്തേക്ക് മാറ്റി നിർത്തുന്നില്ല. നമ്മളെ സംബന്ധിച്ചോളം പാകിസ്ഥാൻ എന്നുള്ള രാജ്യം മാത്രമേ ഉള്ളൂ നമ്മൾ എപ്പോഴും ഒരു ശത്രുപക്ഷത്ത് നമ്മളെ കാണുന്നത്. നമ്മൾ അവരെ ശത്രുവായിട്ട് ആ ഒരു രീതിയിൽ നമ്മൾ കാണാറ്. പക്ഷെ അവര് ജനിച്ചപ്പോ തൊട്ടേ നമ്മളൊരു ശത്രു രാജ്യമായിട്ടാണ് കാണുന്നത്. അവരങ്ങനെ തെറ്റിദ്ധാരണയിൽ ധാരാളം തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കും, തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കും. ഒരിക്കലും പഠിക്കാത്തൊരു രാജ്യം മാത്രമാണ് നമുക്കൊരു പ്രശ്നം. അല്ലാതെ മറ്റൊരു രാജ്യമായിട്ട് നമുക്ക് ശാശ്വതമായിട്ട് ഒരു ശത്രുതയോ അല്ലെങ്കിൽ ശാശ്വതമായിട്ട് ഒരു വലിയൊരു ഒരു മനോഭാവം വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകാറില്ല. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം.